ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുക്കുവിൻ. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 5-ാം വാക്യം. ഇതേ വാക്യം മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലും നമുക്ക് കാണാം. വളരെ പ്രാധാന്യമേറിയ ഒരു വാക്യമാണിത്. കർത്താവായ യേശുക്രിസ്തു സ്നാനമേൽക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും പിതാവായ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 17-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ഒരു വാക്കുകൂടി കൂട്ടിച്ചേർത്ത് ഇവന് ചെവി കൊടുക്കുവിൻ എന്നുകൂടി നാം വായിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് നാം ചെവി കൊടുക്കേണ്ടതുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നാനവേളയിൽ സ്വർഗം തുറന്നിരിക്കുന്നതായി നാം കാണുകയാണ്. പരിശുദ്ധാത്മാവിനെ പ്രാവെന്ന പോലെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. പിതാവായ ദൈവത്തിൻ്റെ ശബ്ദവും നാം അവിടെ കേൾക്കുകയാണ്. പിതാവിൻ്റെ ശബ്ദവും പുത്രൻ്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും ഒരുമിച്ച് കാണുന്ന വിശേഷമേറിയ ഒരു സന്ദർഭം. കർത്താവായ യേശുക്രിസ്തു നീതിക്കായി സ്നാനമേൽക്കുന്നതായി നാം വചനത്തിൽ കാണുന്നു. അവൻ്റെ ജീവിത മാതൃക പിൻപറ്റുന്നവരായ നാം സ്നാനപ്പെടേണ്ടത് വളരെ ആവശ്യമാകുന്നു. സ്നാനപ്പെട്ട് സഭയിൽ ചേർന്നു എന്ന തെറ്റായ ഒരു പ്രയോഗം പലപ്പോഴും നാം കേൾക്കാറുണ്ട്. ഗലാത്യ ലേഖനം 3:27 നാം വായിക്കുന്നത് ക്രിസ്തുവോട് ചേരുവാൻ സ്നാനമേറ്റു എന്നാണ്. സ്നാനം എന്നത് കേവലം ഒരു ചടങ്ങ് അല്ല. കർത്താവായ യേശുക്രിസ്തു സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്നും കരയേറിയപ്പോൾ സ്വർഗം തുറന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന്. പിതാവായ ദൈവം പ്രപഞ്ചം മുഴുവനും കേൾക്കത്തക്കവണ്ണം പ്രഖ്യാപിക്കുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അതെ, ഇത്തരമൊരു കൺഫർമേഷൻ നമുക്കും ദൈവത്തിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്. നാമും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവനോട് ചേരുവാൻ സ്നാനമേൽക്കുമ്പോൾ പഴയ മനുഷ്യനെ വെള്ളത്തിൽ പ്രതീകാത്മകമായി കുഴിച്ചിട്ട് തണ്ണീർക്കുടം പൊട്ടി ഒരു പുതിയ മനുഷ്യൻ പുറത്തു വരുന്നത് പോലെ വെള്ളത്തിൽ നിന്നും നാം പുറത്തേക്ക് വരുമ്പോൾ സ്വർഗം തുറക്കുന്നത് വിശ്വാസത്താൽ നമുക്ക് കാണുവാൻ കഴിയണം. നീ എൻ്റെ പ്രിയപുത്രൻ എന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാതുകളിൽ കേൾക്കുവാൻ കഴിയണം. സ്നാനത്തിനായി തയ്യാറെടുത്ത് നിൽക്കുന്ന താങ്കൾക്ക് ഇത്തരമൊരു അനുഭവം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പഴയ മനുഷ്യനെ പാപങ്ങളോടുകൂടെ മുഴുവനായും അടക്കം ചെയ്ത് കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ, നീ എൻ്റെ പ്രിയപുത്രൻ എന്നുള്ള ദൈവ ശബ്ദം കേട്ട് ഉറപ്പോടെ ജീവിക്കുവാൻ താങ്കൾക്കും കഴിയട്ടെ.